2002 ഞാനും എൻ്റെ സുഹൃത്തും കൂടി 2002 ഞങ്ങൾ വർക്കിൻ്റെ ആവശ്യമായിട്ട് എറണാകുളത്തേക്ക് പോയിരുന്നു. ഞാനും എൻ്റെ സുഹൃത്ത് സിജോയും കൂടി ആലുവ അങ്കമാലി റോഡിൽ പറമ്പേത്ത് വെച്ചിട്ട് അന്ന് റോഡിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ടെക്നിക് വാലിയുടെ അന്നത്തെ റോഡിൻ്റെ വികസന ഭാഗമായിട്ട് കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു വാഹനം ഓടിച്ചിരുന്നത്. ഞാൻ ആ സമയത്ത് ഹെൽമെറ്റും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടാളും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ടിലൊരു ലോറി പോകാണ്ട് അശ്രദ്ധമായി ഓടിച്ച് ഞാൻ പിടിയിൽ ബ്രേക്ക് ഓടുകയും വാഹനത്തിൻ്റെ ബാക്കിൽ പോയി ഇടിക്കുകയും അങ്ങനൊരു വലിയൊരു ആക്സിഡൻറ്റ് ബാക്കിൽ ചെന്ന് ഇടിക്കുകയും വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ഒരു 15 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കൊരു മേജർ പരിക്കുകളുണ്ടായിരുന്നു. കാലിൻ്റെ ഭാഗത്ത് കുറേ തുളഞ്ഞു പോയി, തലയുടെ ഭാഗത്ത് സൈഡ് പൊട്ടുകയും കൈയൊക്കെ കംപ്ലീറ്റ് പരിക്കുകളായിരുന്നു. കാരണം ഞാനിത് പറയാൻ കാരണം അന്ന് എൻ്റെ വാഹനം അശ്രദ്ധമായി ഞാൻ ഓടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ആക്സിഡൻ്റ് ആകാൻ കാരണം എനിക്ക് അന്നൊരു 23 വയസ്സ് സമയമായിരുന്നു. എൻ്റെ വാഹനം ഓടിക്കുന്ന സമയം ഒരു ശ്രദ്ധയില്ലാത്ത സമയത്ത് ഞാൻ ഓടിച്ചു. അശ്രദ്ധമായി ഓടിക്കുകയും ചെയ്യും. പിന്നെ കാര്യമെന്ന് കഴിഞ്ഞാൽ ഓവർ സ്പീഡും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അന്ന് 10-15 ദിവസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടത് ഞാൻ ചെയ്തു. വാഹനം ഓടിക്കുന്നവർ ഇന്നത്തെ നിയമം പാലിച്ച് ഹെൽമെറ്റ് ധരിക്കേണ്ടത് ഹെൽമെറ്റും ധരിച്ച് അതേപോലെ അശ്രദ്ധമായ അനാവശ്യ സ്പീഡ് ഒഴിവാക്കി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്കും അതൊരു വലിയ ഗുണമായിരിക്കും. അതുകൊണ്ടാണ് എടുത്ത് പറയാം. പിന്നെയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ പല രീതിയിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഒരു ആക്സിഡൻറ്റ് പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ അനിയനും കൂടി എൻ്റെ കൊച്ചാപ്പാടെ മകൻ കൊച്ചാപ്പാടെ വാപ്പാടെ അനിയൻ്റെ മകൻ കൂടി അങ്കമാലി എന്ന് ഞങ്ങളുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് ബാക്ക് ഷീറ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്കമാലി നിന്ന് നെടുമ്പാശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ അങ്കമാലി വാപ്പാശ്ശേരി പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ആ ഇറക്കുന്ന സമയത്ത് അന്ന് അത്താണി അങ്കമാലി ആലുവ ബസ് റൂട്ട് ഭാഗത്ത് ജീപ്പ് ട്രിപ്പ് അടിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. ജീപ്പ് എന്ന് വെച്ചാൽ ആളുകളെ എടുത്ത് അങ്കമാലി ആലുവ ട്രിപ്പ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീപ്പ് അങ്കമാലി വാപ്പാശ്ശേരി ഭാഗത്ത് പോകുന്ന ജീപ്പ് പിടിയിൽ ബ്രേക്ക് ഔട്ടുകയും ഞാൻ തൊട്ട് വാഹനത്തിൽ ബാക്കിലുണ്ടാവുകയും ബ്രേക്ക് ചെയ്യട്ടാൻ വഴിയെ തുടർന്ന് ഓടിച്ച് ജീപ്പിൻ്റെ ബാക്കിൽ ഇടിച്ച് ജീപ്പിൻ്റെ അകത്തേക്ക് ഞാൻ തെറിച്ച് വീണ് എൻ്റെ ഈ ഭാഗത്ത് ഒരു 8 സ്റ്റിച്ചിൽ കൂടുതലുണ്ട്. അങ്ങനെ ഇടുകയും അവർ തന്നെ ആ ജീപ്പ് ഡ്രൈവേഴ്സ് തന്നെ ഞങ്ങളെ എടുത്തിട്ട് അങ്കമാലി LF അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ഒബ്സർവേഷൻ പറഞ്ഞു. അങ്കമാലി LF 24 മണിക്കൂർ ഒബ്സർവേഷൻ പറഞ്ഞു. തലയ്ക്ക് ഹെഡ് ഇഞ്ചുറി ഉള്ളത്. ഞാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധി കൊണ്ടും പിന്നെ എൻ്റെ അന്നത്തെ സാഹചര്യം കൊണ്ടും ഞാനതിന് അഡ്മിറ്റ് നിന്നില്ല. ഞാനൊരു വീട്ടിലേക്ക് വരെ ചെയ്തു. വീട്ടിൽ വന്നപ്പോൾ ഛർദ്ദിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് ആഹാരം കഴിഞ്ഞ് ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അന്ന് രാത്രി മുഴുവൻ വീട്ടിൽ കിടന്ന് തുടങ്ങി. പിറ്റേ ദിവസം എൻ്റെ ഫുള്ള് നീരായിരുന്നു. അങ്ങനെ 3ാമത്തെ ദിവസം ഞാൻ ആലുവ KMK ഹോസ്പിറ്റലിൽ സ്കാനിങ് ഉള്ള ഹോസ്പിറ്റലിൽ ചെന്ന് ഹെഡിൻ്റെ ഇവിടെ ഭയങ്കര നീരും കണ്ണൊക്കെ ഭയങ്കര ഷെയ്ഡായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഈ 24 hours താൻ വീടായിരുന്നു. ആ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതും പറയാൻ കാരണം അന്ന് ഞാൻ ബൈക്ക് ഓടിച്ചത് അശ്രദ്ധമായിട്ടായിരുന്നു, ഹെൽമെറ്റും ധരിച്ചിരുന്നില്ല. ഇത് എടുത്തെടുത്ത് പറയാൻ കാരണം ഇനി അങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഷെയർ.